അപ്പൊ എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മള് ഇതൊരു അധികം നീണ്ടുപോകാൻ സാധ്യതയില്ലാത്ത ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യണമായിരുന്നു നമുക്ക്. അങ്ങനെ നമ്മള് അതുകൊണ്ട് പിക്ക് ചെയ്തൊരു ടോപ്പിക്കാണിത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് റീഡേഴ്സ് ബ്ലോക്ക് വരുത്തിയ പുസ്തകങ്ങളും റീഡേഴ്സ് ബ്ലോക്ക് മാറ്റിയ പുസ്തകങ്ങളും. ഇപ്പോ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചില പുസ്തകങ്ങൾ നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ എടുത്തു കഴിയുമ്പോൾ നമുക്ക് വായിക്കണമെന്ന് തോന്നും, പിന്നെ നമ്മൾ അങ്ങ് വായന തുടരും. അതേസമയം ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് പിന്നെ കുറെ നാളത്തേക്ക് വായിക്കാനും തോന്നത്തില്ല. അങ്ങനത്തെ രണ്ട് മൂന്ന് പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പൊ ഹു വോണ്ട്സ് ടു ഗോ ഫസ്റ്റ്? ലേഖ ഒരു ടീച്ചർ ക്ലാസ്സിൽ ചോദിക്കും ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടപ്പോ എല്ലാരും busy ആ. എല്ലാ തവണയും ഞാൻ തുടങ്ങുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒരു തുടക്കം ഇട്ടേക്കാം. എനിക്കങ്ങനെ റീഡേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ബുക്കിൻ്റെ കാര്യം പറയാം. ചില ബുക്സ് ഉണ്ടാവും നല്ല ഹൈപ്പിൽ, നമുക്ക് നല്ല ഹൈപ്പ് കാണും. വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു 1-2 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിൽ വലിയ കഴമ്പൊന്നുമില്ലെന്ന്. ഒന്ന് ഇപ്പം പെട്ടെന്ന് ഓർമ്മ വന്നൊരു നോൺ ഫിക്ഷൻ ബുക്ക് എന്ന് പറയുന്നത് റീ ഇമാജിനിങ് ഹിന്ദുയിസം എന്ന് പറഞ്ഞ് വംസി ജുലൂരി എന്ന് പറഞ്ഞ ഒരാളുടെ എഴുതിയതാണ്. അപ്പോൾ അത് അതിൻ്റെ കവർ പേജൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മുടെ ഈ ഹംപിയിലുള്ള നരസിംഹ വിഗ്രഹം ഇല്ലേ, കൈയൊക്കെ പൊട്ടിയിട്ട്, പക്ഷെ അത് ഇതൊരു ഭയങ്കര ഗ്രാൻഡ്യൂർ അല്ലേ അത് കാണാൻ, അതിൻ്റെ ഒരു പിക്ചറൊക്കെ ഉള്ളത്. സോ എനിക്കത് ഞാൻ വായിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു 15 വർഷം മുന്നെയാണ്. എനിക്ക് അന്നേരം ഹിന്ദുയിസത്തിലോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി. അങ്ങനെ മേടിച്ചതാണ്. ആമസോണിലൊരു വമ്പിച്ച ഓഫർ 60 റുപ്പീസിനെന്തോ എനിക്കത് കിട്ടി ആ ബുക്ക്. പിന്നെ അത് മേടിച്ച് ഇൻഫോസിസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ തന്നെ ഇരുന്ന് മേടിച്ചു. അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വായിച്ച് 1-2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവമല്ല, ഇതൊരു പ്രോ ഹിന്ദുത്വ ബുക്കാണ്. പിന്നെ ഇതിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് തന്നെയാണ് സെക്കൻഡ് ചാപ്റ്ററിലും പറയുന്നത്, തേർഡ് ചാപ്റ്ററിലും പറയുന്നത്. ഇറ്റ്സ് എ റെപ്പറ്റീഷൻ. ലൈക്ക് പുതിയ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് തരുന്നില്ല. അതിന് പകരമായിട്ട് ദർ ഇസ് സം കൈൻഡ് ഓഫ് അജണ്ട സ്ലോലി പുട്ടിങ് ത്രൂ ഒരു വിക്ടിംഹുഡ് സംഭവം. അപ്പം അത് സത്യമാണോ മിഥ്യ എന്നുള്ളത് വേറെ കാര്യം. അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് വെരി ബോറിങ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇൻഫോസിസിൽ നമുക്കൊരു ബുള്ളറ്റിൻ ബോർഡില്ലേ, ലൈക്ക് അവിടെ തന്നെ ഇങ്ങനെ ഒരു ബുക്ക് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു ഇട്ടു. 60 രൂപയുടെ പുസ്തകം ഞാൻ 90 രൂപയ്ക്ക് വിറ്റു സെയിം ഡേ. So you made something out of it. അതെ, നഷ്ടമായില്ല, മേടിച്ചു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, അതെങ്ങനെ 60 രൂപയ്ക്ക് വില കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്? ആമസോണിൽ നിന്ന് ഡിസ്കൗണ്ടിൽ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ആമസോൺ 90-ൽ വിറ്റപ്പോഴും അത് എന്തോ സ്റ്റിൽ അണ്ടർ ഡിസ്കൗണ്ട് ആയിരുന്നു, MRP താഴെയായിരുന്നു. ആഹാ ആഹാ. ആമസോൺ വിറ്റ് തീർക്കാൻ നോക്കിയ ബുക്കാന്ന് തോന്നുന്നു. പ്രോബബ്ലി അത് ഞാൻ നേരത്തെ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. അതെ. പിന്നീടൊരു പക്ഷേ സംഭവം ഗുഡ്ഡാസ് ന്യൂ ബുക്ക് ആരെങ്കിലും ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ആ വാങ്ങിച്ച മണ്ടൻ അറിഞ്ഞില്ല. അല്ല, ഡിപ്പെൻസ്. നോ, അയാൾക്ക് അങ്ങനെ ഒരു പ്രോ ഹിന്ദുത്വ വ്യൂ പോയിന്റ് ഉള്ള ആളാണെങ്കിൽ പുള്ളിയുടെ വ്യൂവിനെ അതൊന്നും കൂടെ ഓക്കെ, എന്റെ വ്യൂ കറക്റ്റ് ആണ്, പബ്ലിഷ് ചെയ്ത അതെ, ബുക്കിൽ ഇതൊക്കെ ഉണ്ട്, ഹാപ്പി ആയി, പുള്ളി ഹാപ്പി, അനൂപും ഹാപ്പി, 30 രൂപ ലാഭം. എന്നോട് പുള്ളി ചോദിച്ചത് എങ്ങനെയുണ്ട് ബുക്ക്, നല്ലതാണോ? ഞാൻ പറഞ്ഞ് എനിക്ക് വർക്കായില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് അല്ലേ? വർക്കാവും. ചിലവർക്ക് ചിലവരുടെ ശരിയാവും, ശരിയാവും, ചിലവർക്ക് ചിലവരുടെ ശരിയാവില്ല. എന്നിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു? ഇല്ലില്ല, പിന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്തില്ല. ഐ തിങ്ക് ഹി വാസ് ഹാപ്പി ഓർ സംതിങ്. ബ്ലോക്ക് ചെയ്താണ്. കാരണം ഇത് ആക്ച്വലി ആ സമയത്ത് ഇങ്ങനെ പച്ച പിടിച്ച് വരുന്നൊരു ഐഡിയോളജി ആയിരുന്നു. 15 years ago എന്ന് പറയുമ്പോൾ ഏതാ, ഇവിടെ ഗവൺമെന്റ് ഒക്കെ മാറിയ സമയമല്ലേ? അതെ, അല്ലല്ല, അത് ഇല്ല, അതിന് ഗവൺമെന്റ് മുന്നേ മാറിയിട്ടില്ല. അപ്പൊ അതിന് മുന്നെയാണ് അതെ, അന്ന് ഗവൺമെന്റ് അത് ഒന്നും കഴിഞ്ഞിട്ടാണ് മാറിയിട്ടില്ല. മാറിയിട്ടില്ല. മാറുന്നേ ഉള്ളൂ, മാറാനുള്ള ഒരു പ്രശ്നമാണ്. സംഭവിക്കുന്നത് മൻമോഹൻ സിംഗ് ആയിരുന്നു സമയത്ത് അല്ലേ? കോൺഗ്രസ് ഇത് ഭരണമായിരുന്നു. സംഭവിക്കുന്നത് 2013
ടു 2014. അപ്പോൾ 15 വർഷം ആയിട്ടില്ല, 10 വർഷം. Okay. Sarkar Rahul Gandhi's interview with Arnab Goswami, അതെ maybe അതെ around that time. ഉം. പിന്നെ Okay. എന്തായാലും പിന്നെ ഒരു ഉദാഹരണം ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. യോൻ എസ്ബയുടെ ബുക്സ് ഫസ്റ്റ് വായിച്ചു, സെക്കൻഡ് വൺ വായിച്ചു, തേർഡ് വൺ ആയപ്പോൾ മനസ്സിലായി ഇത് സെയിം ഫോർമുലയാണ്, Pattern. സെയിം പാറ്റേൺ ആണ്. യു കുഡ് സീ ദാറ്റ്. അപ്പോൾ പിന്നെ അതങ്ങ് വിട്ടു, ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പോൾ അത് അത് പക്ഷേ സിഡ്നി ഷെൽഡനും ഒക്കെ same അല്ലേ? ഒരു പാറ്റേൺ ഉണ്ട്. സിഡ്നി ഷെൽഡൻ ഹാസ് എ പാറ്റേൺ. but I think Sydney Sheldon, each time you read, it's a very different location, very different, lot of new information is provided. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ആ ഫെമിലിയർ ട്രോപ്സ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ബട്ട് ഫോർ യോൻ എസ്ബ ഇറ്റ്സ് മോർ ബേസിക് ബോൺ സ്ട്രക്ചർ. പുള്ളി അങ്ങനെ Also, yeah, tone is a bit darker than Sydney Sheldon. ടോൺ ഇസ് എ ബിറ്റ് ഡാർക്ക്. സിഡ്നി ഷെൽഡൻ ഇസ് റേസി. സിഡ്നി ഷെൽട്ടന് ബാക്ക്ഗ്രൗണ്ട് പുള്ളി കൊടുക്കുന്നത് ഇപ്പം സാൻസ് ഓഫ് ടൈമിനകത്ത് ആ ഒരു എന്താ പറയുക സ്പാനിഷ് ബാസ്ക് റെവല്യൂഷണറി, ഇതിന്റെ ബാസ്ക് റെവല്യൂഷൻ. പുള്ളി ജോഗ്രഫിയൊക്കെ നന്നായിട്ട് കൊടുക്കും. ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട്, ബാക്ക് സ്റ്റോറി അതെല്ലാം നല്ലോണം ഫ്ലഷ് ഔട്ട് ചെയ്യും. ആ ഒരു എക്സ്റ്റെൻഡിൽ To an extent, അത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. ഈ ലൈക്ക് ഡൂംസ്ഡേ കോൺസ്പിറസി സ്പൈ ത്രില്ലർ ആണ്. ടുവേർഡ്സ് ദി എൻഡ് എന്ന് പറയുമ്പോൾ ആ ചെല്ലുന്ന എല്ലാ നഗരങ്ങളും ഇപ്പോൾ യൂറോപ്പ് കംപ്ലീറ്റ് ഓടി നടക്കുവാണ്. ഈസ് ബീങ് ഹണ്ടഡ്. അപ്പോൾ വെനീസിൽ പോയാൽ വെനീസിനെ പറ്റിയിട്ട് ആദ്യത്തെ ഒരു പേജ് മുഴുവൻ വെനീസ് ആയിരിക്കും. അടുത്തത് പുള്ളി പാരീസിൽ പോകുമ്പോൾ പാരീസിനെ പറ്റിയായിരിക്കും. അങ്ങനെ മാർസയിൽ പോകുമ്പോൾ മാർസയെ പറ്റി കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞ അവസാനം നമുക്ക് മനസ്സിലായി തുടങ്ങി. അവസാനമായപ്പോൾ ആ ഡിസ്ക്രിപ്ഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് കഥയിലോട്ട് കിടക്കും. ഈ പഴയ ഹിന്ദി പടത്തിൽ ഇടയ്ക്ക് ഒന്ന് പാട്ടിടുമല്ലോ, പരിപാടിയാണ്. അല്ല ഇത് അത് പറഞ്ഞപ്പോഴാണ് ഒരു സാധനം ഓർമ്മ വന്നത്. പണ്ട് വീട്ടില് മറ്റേ ഹാരോൾഡ് റോബിൻസിന്റെ ഒക്കെ പുസ്തകം പപ്പ ലൈബ്രറിയിൽ എടുത്തോണ്ട് വെച്ചത് ഉണ്ടായിരിക്കരുത്. അപ്പൊ ഇത് ഇത്രയും കട്ടിയുണ്ട്, അതില് മാറ്റർ ഉള്ള ഭാഗം വായിക്കണമെങ്കിൽ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇത്രയും വായിച്ചാലേ ഇതിന്റെ അകത്ത് മാറ്റർ ഉള്ള ഭാഗം കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ മറിച്ച് നോക്കും, പേജസ് മറിച്ച് നോക്കുമ്പോ അതിന്റെ അകത്ത് അറിയാം ഡയലോഗ്സ് ഇല്ലാത്ത ഒരു ലോങ് സെക്ഷൻ. പേജ് ഉണ്ടെങ്കിൽ അത് മാറ്ററാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ലൈബ്രറികളിൽ അതിനു വേണ്ടിയിട്ട് സഹായം ചെയ്തെടുക്കുന്ന ആളുകളുണ്ട്. അതായത് വരച്ചു വെക്കുന്ന സ്റ്റാർ ഇട്ടിരിക്കുന്ന ഈ ആദർഹിയിലെ ചില ബുക്കൊന്നും വായിക്കാൻ പറ്റൂല. കാരണം ഒന്നാമത് ഇവര് വരയ്ക്കുന്ന സാധനം മഷി അങ്ങ് പടർന്നിട്ട് പഴയ പേജാണല്ലോ, ഒന്നും വായിക്കാൻ പറ്റാതെ ആവും. ഞാൻ ഡിറ്റക്റ്റീവ് കൊണ്ടുവന്നിട്ട് ഞാനത് വാങ്ങിച്ചോ ബുക്ക്. അത് കാരണം ഡിറ്റക്റ്റീവ് വാങ്ങിക്കാൻ കൊണ്ടുവന്നിട്ട് ഒരു പകുതിയോളം പേജ് മുഴുവൻ മഷിയൊക്കെ പടർന്നു. പിന്നെ അവർക്ക് തോന്നിയതൊക്കെ എഴുതി വെക്കും. അങ്ങനെയൊക്കെ മൊത്തം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. മറ്റേ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഒരു കളക്ഷൻ ഇതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ട്, പഴയ ബുക്കാണ്. അതിങ്ങനെ പുള്ളിയുടെ കുറച്ച് വേറെ സ്റ്റോറീസ് ഒക്കെ പുള്ളി കളക്ട് ചെയ്തിട്ട് ഈ ആന്തോളജീസ് ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓരോ കഥയുടെ അടിയിലും വന്നിട്ട് ഓരോരുത്തന്മാർ റിവ്യൂ ഇടും. 2.5 സ്റ്റാർ, 2.25 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് 1 ടൈം റീഡിന് കൊള്ളാതൊക്കെ പറഞ്ഞ ഓരോരുത്തന്മാർ ഇട്ടിട്ടും ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ലൈബ്രറി ബുക്കിൽ എഴുതിയ ആ ലൈബ്രറി ബുക്ക് നമുക്ക് തന്ന ബുക്കിന്റെ 3 ഇരട്ടി വില വരെ മേടിക്കും. ഓഹോ, 3 ഇരട്ടി വാങ്ങിക്കോ? എനിക്കൊരു ബുക്കിന് വാട്ടർ ഡാമേജ് വന്നു. പിള്ളേര് വാട്ടർ ബോട്ടിൽ മറിച്ചു ബുക്കിന്റെ മുകളിലേക്ക്, വാട്ടർ ഡാമേജ് ആയി. അത് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ എന്തോ മഷി, 2 പേജിലും മഷി പടർന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല. അവര് പറഞ്ഞു സോറി, ഇത് ഞങ്ങക്ക് സർക്കുലേഷനിൽ ഇടാൻ പറ്റില്ല. $45 എന്തോ ഞാൻ പേ ചെയ്തു ബുക്കിന്. അത് റീറ്റെയിലിൽ $16, $16 to $18. അതിനേക്കാളും കളഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് പുതിയൊരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കുന്നതായിരുന്നിരിക്കും എളുപ്പം. അത് പറ്റില്ല. അവർ അഡ്മിൻ ഫീ അപ്പൊ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇതുണ്ടായപ്പോ ഞാൻ എന്ത് $45 ഫൈനോ. അപ്പൊ അവര് അതിന്റെ ഇൻവോയ്സ് അയച്ചു തന്നു. ബുക്കിന്റെ വില ഇത്ര, അഡ്മിൻ ഫീ ഇത്ര. അവർക്ക് വീണ്ടും സീലൊക്കെ അടിക്കണ്ടേ അതിന്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ പ്രൊട്ടക്റ്റീവ് കവറോ എന്തെങ്കിലും കാണും, അതിന്റെ RFID എന്തെങ്കിലും കാണുമായിരിക്കും. ഐ മീൻ ഓഫ് കോഴ്സ് ഞാൻ എന്റെ ഭാഗത്തും തെറ്റുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് കൂടുതൽ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ അതില്.
പിന്നെ ഓക്കെ, ഒരു എൻ്റെ ഒരു ഫേവറേറ്റ് ഓതറിൻ്റെ എനിക്ക് ഒരു ബ്ലോക്ക് അനുഭവപ്പെട്ടത് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അശോക് ബാങ്കറിൻ്റെ രാമായണ സീരീസ്. അതിൻ്റെ ലാംഗ്വേജ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. വർണ്ണന ഭയങ്കര ഭയങ്കര എന്താ പറയുക, ലൈക്ക് ഇറ്റ് പെയിൻറ്റ്സ് എ പിക്ചർ ഇൻ യുവർ മൈൻഡ്. പക്ഷെ ആ ഒരു പ്രോബ്ലം പുള്ളി ഈ പേസിങ്ങിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വലിയ സ്റ്റാറ്റിക് ആയിട്ടുള്ള സീനിൽ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിൽ വലിയ കുഴപ്പമില്ല. രാവണൻ സീതയെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പം രാമ പുറകെ ചേസ് ചെയ്യുമ്പം ഈ കാട്ടിക്കൂടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അശോക് ബാങ്കർ വിവരിക്കുകയാണ്. രാമൻ ഇങ്ങനെ ചാടിപ്പോകുമ്പോൾ ഒരു കോബ്ര വഴിയിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അത് അലാമായിട്ട് രാമനെ കൊത്താൻ ശ്രമിച്ചു, പക്ഷെ മിസ്സായി. രാമനത് അറിഞ്ഞിട്ടില്ല, പുള്ളി ഓടുകയാണ്. അപ്പം അത് പുള്ളി എഴുതുന്നതെന്ന് ഒരുപക്ഷെ എഴുതുന്നതെന്ന് വെച്ചാൽ ഇത് രാമൻ ഈസ് സോ ഫാസ്റ്റ് എന്നുള്ളത് കാണിക്കാനായിരിക്കും. പക്ഷെ അത് മാത്രമല്ല, വേറെ ഒരുപാട് വിവരണങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സീൻ്റെ പേസിങ് മൊത്തം അങ്ങ് അഫക്റ്റ് ചെയ്യുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ട് ഭയങ്കര സ്പീഡ് നടക്കേണ്ട ഒരു കാര്യം അത് അങ്ങ് ഭയങ്കര ഡിലേ ആയി, ഭയങ്കര സ്ലോ ആയി. അങ്ങനെ ഒരു ഫോൾട്ട് വന്നി. അതിനുശേഷം ഇത് പിന്നെ രാമായണം ആയതുകൊണ്ട് സ്റ്റോറി കുറച്ച് പ്രഡിക്റ്റബിളാണ്. സോ ഒരു ഘട്ടം വരെ സ്റ്റോറി നല്ല എക്സൈറ്റിംഗ് ആയിട്ട് പോയിട്ട് ലാസ്റ്റ് ആയപ്പം രാവണ ആക്സെപ്റ്റ്സ് ഹിസ് ഫെയ്റ്റ്. രാവണ ആക്സെപ്റ്റ്സ് ഹിസ് ഫെയ്റ്റ്. അപ്പം അതിനുശേഷം ഇറ്റ് ഫെൽറ്റ് എ ബിറ്റ് ഔട്ട് ഓഫ് പ്ലേസ്, ഔട്ട് ഓഫ് ക്യാരക്ടർ ഫോർ രാവണ. അതുകൊണ്ട് അതിന് ശേഷമുള്ള പാർട്സ് ഞാൻ വായിച്ചിട്ടില്ല. കൈൻഡ് ഓഫ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. എനിക്ക് എൻ്റെ ആദ്യത്തെ റീഡേഴ്സ് ബ്ലോക്ക് വന്നത് എനിക്ക് തോന്നുന്നു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കയറിയപ്പോഴാണ്. കാരണം സ്കൂളിൽ വെച്ച് നല്ല വൊറേഷ്യസ് ആയിട്ട് വായിക്കുമായിരുന്നു, നല്ലപോലെ വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ പഠിച്ച ഫസ്റ്റ് ഇയർ കോതമംഗലത്താണ് പഠിച്ചത്. കോതമംഗലത്ത് ഒന്നാമത്തെ കാര്യം അവിടെ ലൈബ്രറി മെമ്പർഷിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ ആകെ ആ സമയത്ത് വായിച്ചുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ അത് റീഡേഴ്സ് ബ്ലോക്ക് ഉണ്ടായത് വായിക്കാൻ ഒന്നുമില്ല എന്നുള്ള ഇതുകൊണ്ടായിരുന്നു. ഇപ്പൊ പഠിക്കാനുള്ള പുസ്തകം വായിക്കുന്നതല്ലാതെ വേറെ ഒന്നും വായിക്കാൻ കിട്ടുന്നുണ്ടായില്ല. അപ്പൊ റീഡേഴ്സ് ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരാൻ സഹായിച്ചത് റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമുക്ക് റീഡേഴ്സ് ഡൈജസ്റ്റ് മെമ്മറീസിനെ കുറിച്ച് ഒരു എപ്പിസോഡ് തന്നെ ചെയ്യാൻ വകുപ്പുള്ള സാധനമാണ്. കാരണം നമുക്ക് ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത സാധനമാണ് റീഡേഴ്സ് ഡൈജസ്റ്റ്. അപ്പം മേ ബി വിൽ കം ടു ദാറ്റ്. ബട്ട് ആ സമയത്ത് എന്നെ ശരിക്കും സഹായിച്ചത് കോളേജിൽ പഠിക്കുമ്പം ശരിക്കും സഹായിച്ചത് റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ ഒരുപാട് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വായിക്കാൻ. ഇപ്പം ഓരോ മാസവും വരുന്ന ഒരു റീഡേഴ്സ് ഡൈജസ്റ്റ് ഞാൻ ഒരു മാസം വെച്ചിരുന്ന് വായിക്കുമായിരുന്നു. അത് ഒന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോളേജിൽ നിന്ന് ജോലി കിട്ടിയപ്പോൾ പിന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നപ്പോൾ പിന്നെ ഇവിടെ ലൈബ്രറീസ് ഒക്കെ ഉണ്ട്. ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലൊക്കെ മെമ്പർഷിപ്പ് എടുത്തു. ആവശ്യത്തിന് പുസ്തകങ്ങളൊക്കെ വായിച്ചു ഒക്കെ നല്ലതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് ഇൻഫോസിസിൽ ജോലി കിട്ടിയപ്പോൾ ഇതുപോലെ കുറെ നാള് ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ബ്ലോക്കായി. അപ്പോഴാണ് ഈ പൂനെയില് റോഡ് സൈഡിൽ കൂടെ നടക്കുമ്പോൾ ഈ മറ്റേ പൈറേറ്റഡ് ബുക്സ് വിൽക്കുന്ന ആളുകളുണ്ടല്ലോ റോഡ് സൈഡില്, അങ്ങനെ ഒരു ഫുള്ള് ലോർഡ് ഓഫ് ദ റിങ്സ് കളക്ഷൻ അവിടുന്ന് വാങ്ങിച്ചു. ആകെ അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹോബിറ്റ്സ് മറ്റേ പ്രാൻസിങ് പോണി ഇന്നിൽ പോകുന്നുണ്ടല്ലോ ആദ്യം, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു തുടങ്ങുമ്പോൾ ആദ്യം ചെന്നെത്തുന്നത് ആ ഭാഗത്ത് ഒരു 30 പേജ് മിസ്സിങ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോയി, അവിടെ നടക്കുന്ന സംഭവങ്ങൾ. പക്ഷെ അപ്പോഴേക്കും ആ ഫസ്റ്റ് പാർട്ട് സിനിമ ഇറങ്ങിയിരുന്നോണ്ട് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം അതിൽ അടിപൊളിയായിരുന്നു, അങ്ങനെ വായിച്ചു തീർത്തതാണ്. ബട്ട് അഗെയിൻ റൈറ്റ്, ഈ പൈറേറ്റഡ് ബുക്സ് ആയിരുന്നു ആ കാലത്ത് ആകെ അഫോർഡബിൾ
എന്ന് പറയാവുന്ന റോഡ് സൈഡിൽ വിൽക്കുന്നതും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോർസ് കണ്ടുപിടിച്ച് അവിടെ പോയി വായിക്കായിരുന്നു. കാരണം ആ സമയത്ത് ഇൻഫോസിസ് തന്നിരുന്ന തുച്ഛമായ ശമ്പളത്തിന് പേപ്പറിൽ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പേപ്പറിൽ ആദ്യത്തെ ഓഫർ ലെറ്ററിൽ 17,000 രൂപ എന്നെന്തോ ആണ് തന്നത്. അന്ന് ഞാൻ ആലോചിച്ചു, ആ കാശ് കൊണ്ട് എന്ത് ചെയ്യാന്ന്. എന്നിട്ട് അവസാനം കയ്യിൽ കിട്ടുന്ന 10,000, ബാക്കി എവിടെ പോയി? പിന്നെ അതും ബാംഗ്ലൂരിലെ വാടകയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ഒരു കുന്തം ഉണ്ടാവില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്സും പൈറേറ്റഡ് ബുക്സും മാത്രമാണ് ശരണം. അതും ഏതോ ഒരു റൈറ്റർ, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, അയാള് നാട്ടിൽ വന്നപ്പം ഇതുപോലെ ട്രാഫിക് ബ്ലോക്കില് ഒരു പയ്യൻ പൈറേറ്റഡ് ബുക്സും കൊണ്ട് വിൽക്കുന്നു. അയാളുടെ പുസ്തകം അയാൾക്ക് തന്നെ വിൽക്കാൻ നോക്കിയിരുന്നു. അപ്പൊ അയാൾ അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. People ask me if piracy is a really bad thing, but what some of these street pirate vendors are doing is that they are making the books more reachable. ആ പുസ്തകത്തിന് പബ്ലിഷറിന് നൽകാൻ പറ്റാത്ത ഒരു റീച്ച് ഇവർക്ക് നൽകാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റീഡേഴ്സ് ബ്ലോക്ക്. ഒരു ഇനിയിപ്പോ പൈറേറ്റ് കാര്യം പറഞ്ഞത്, ലൈക്ക് ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ നമുക്ക് പൈസ ഇല്ലല്ലോ. പിന്നെ വീട്ടുകാരോട് ബുക്ക് വാങ്ങിക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദറ്റ് അവർ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പൊ ഈ ജോലി കിട്ടി കഴിഞ്ഞപ്പോ നമ്മുടെ വിചാരം ഈ പറഞ്ഞമാരെ 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ റെന്റ് കൊടുക്കും, ഭക്ഷണം കഴിക്കും, പിന്നെ ബാക്കി ബുക്ക് മേടിക്കും. പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ റെന്റ് കൊടുത്തും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴും ബുക്ക് മേടിക്കാൻ കാശില്ലാതെ. അപ്പൊ ഈ പൈറേറ്റഡ് ബുക്സിലേക്ക് പതുക്കെ നീങ്ങി തുടങ്ങിയ കാലാണ്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മൈസൂരിന്ന് നമ്മുടെ മറ്റേ ദേവരാജ റോഡിൽ ഉണ്ടായിരുന്നു ഇതുമാരെ പൈറേറ്റഡ് ബുക്സ് വെക്കുന്നത്. ഞാൻ വാങ്ങിച്ചൊരു ബുക്കായിരുന്നു സൽമാൻ റുഷ്ദിയുടെ ഷാലിമാർ ദ ക്ലൗൺ എന്ന് പറഞ്ഞിട്ട്. ബുക്ക് ഈ പറഞ്ഞമാരെ അവസാനത്തെ ചില പേജുകളൊക്കെ ഈ പറഞ്ഞമാരെ എന്താ പറയാ ഒട്ടിപ്പിടിച്ച് മാറ്റിയപ്പോൾ വായിക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ട് ഇത് ഞാൻ പിന്നെ ഞാൻ സ്ഥിരം ഏർപ്പാടാക്കിയത്. പക്ഷെ നമ്മുടെ ഓഫീസിലെ സൈക്കത്ത് എൻ്റെ അടുത്ത്, സൈക്കത്തിന് ഓർമ്മയില്ലേ, സൈക്കത്ത് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ലേഖ ഇങ്ങനെ ബുക്സ് പുറത്തുനിന്ന് മേടിക്കുമ്പം ഈ ഓത്തേഴ്സിനൊന്നും ഇതിന് റോയൽറ്റി കിട്ടുന്നില്ല എന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു. കാരണം ഇന്ന് കിട്ടുന്ന നക്കാപ്പിച്ചിട്ട് വില നല്ലോണം മനസ്സിലായി തുടങ്ങിയ പ്രായമായതുകൊണ്ട് സൽമാൻ റുഷ്ദിക്ക് ഇത് കിട്ടിയിട്ട് വേണ്ടാന്ന് നമ്മൾ ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഐ തിങ്ക് ദാറ്റ് വാസ് ദി എൻഡ്. അത് കഴിഞ്ഞപ്പോ പിന്നെ പതുക്കെ സ്റ്റാൻഡിൽ നിന്ന് പോയി കാശ് കൊടുത്ത് ബുക്ക് മേടിക്കാൻ തുടങ്ങി. ബട്ട് there are two parts to it. If you're an author like Salman Rushdie, J.K. Rowling, you don't need our royalty. പക്ഷെ when you're a smaller author, ഇപ്പൊ അന്ന് കാന്തമല്ലി ചരിത്രത്തിന്റെ ഒക്കെ ഓഡിയോ ബുക്ക് യൂട്യൂബിൽ റിലീസ് ആയത് ഓർമ്മയില്ല നിങ്ങൾക്ക്? വിഷ്ണു ഇസ് എ ബിഗ് ഓത്തർ നൗ, പക്ഷെ പുള്ളി തുടങ്ങിയ സമയത്ത് പുള്ളിക്ക് കിട്ടേണ്ട റീച്ചും റോയൽറ്റിയുമാണ് പൈറസിയിൽ പോയത്. ടു പാർട്സ് ടു ദ സ്റ്റോറി. ഈ ബുക്ക് ഇറങ്ങിയ സമയത്ത് ഈ പലർക്കും ഈ ബുക്ക് എന്താണ്, മറ്റേ പൈറസി എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയില്ല. ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ എൻ്റെ ആദ്യത്തെ ബുക്ക് വന്ന സമയത്ത് വന്ന മെസ്സേജാണ്, ഈ ബുക്ക് എവിടെ നിന്ന് വാങ്ങാൻ പറ്റും, ആമസോണിൽ അവൈലബിൾ ആണോ? അല്ല, അവൈലബിൾ അല്ല. അപ്പോൾ പറയും എന്നാൽ PDF അയച്ചു തരാമോ? ചിലർക്കെങ്കിലും മനസ്സിലാവും ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ PDF അല്ല, അത് ഒഫീഷ്യലായിട്ട് ഇവർ ഇറക്കുന്ന ഒരു സാധനമാണ്, ഒരു പബ്ലിഷർ ഇറക്കുന്നതാണ്. പക്ഷേ അതായത് ബുക്സിനെ പറ്റി വലിയ ഇതില്ലാത്ത നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നതാണ്, ബുക്ക് വാങ്ങി സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും അവർ പറയും PDF ഉണ്ടോ? ഞാൻ പറയും ചേട്ടാ PDF ഒന്നും വാങ്ങാൻ പാടില്ല, അതൊക്കെ പൈറസിയാണ്. എഴുത്തുകാരൻ്റെ വയറ്റത്തടിക്കുന്ന അല്ലെങ്കിൽ പബ്ലിഷറുടെ വയറ്റത്ത് അടിക്കുന്ന പരിപാടിയാണ് ഈ സംഭവം. അവർക്ക് റോയൽറ്റി ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ എത്ര പേരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്? അവർ പറഞ്ഞു ഒന്ന് പോടാ, അത് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ബുക്ക് ഞാൻ വാങ്ങിച്ചാൽ പോരെ, വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്ത് കളയുമോ? അപ്പോൾ ഞാൻ പൈസ തരാം. ഞാൻ പറയും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയോ, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ വെക്കുമോ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കുമോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൈറസിയാണ്. ഓക്കെ, നമ്മൾ തമ്മിലൊരു ഉടമ്പടി. ഇന്നാളെ ഏതോ ഒരുത്തൻ ചോദിച്ചോളൂ, എടാ ഇതിന്റെ PDF എനിക്ക് അയച്ചു തരും. ഞാൻ നിനക്ക് പുസ്തകം ആമസോണിൽ ഞാൻ കാശ് കൊടുത്ത് അയച്ചു തരാം, PDF ചോദിക്കരുത്. ഇതാണ് അവസ്ഥ. ഒരുപാട് ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ പല പുസ്തകങ്ങളുടെയും PDF-കൾ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. ഒരിടയ്ക്ക് ഇതായിരുന്നു പരിപാടി. ഈ ചില റീഡേഴ്സ് ഗ്രൂപ്പിലുള്ള ചില ആളുകൾ, റീഡേഴ്സ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ, അവരൊക്കെ പോയി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ടെലഗ്രാമിൽ റിപ്പോർട്ട് ചെയ്താൽ അത്ര പെട്ടെന്നൊന്നും ക്ലോസ് ആവില്ല ഗ്രൂപ്പ്, കാരണം അത്ര അധികം പേര് വേണം. അപ്പോൾ അവരിപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആളുകളെ
ഇങ്ങനെ കൊണ്ട് റിപ്പോർട്ട് അടുപ്പിക്കുമായിരുന്നു. ഫേസ്ബുക്കിലുള്ള അതിനേക്കാളും കൂടുതൽ റിപ്പോർട്ട്സ് പോയാലാണ് ടെലിഗ്രാം. അതും അത്ര അതിൻ്റെ ആ ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസം ഒന്നും അത്ര എന്താ പറയുക എഫക്റ്റീവ് അല്ല. പല ഗ്രൂപ്പുകളും ഇപ്പോഴും അവൈലബിൾ ആണ്. ചിലതിൽ ഇപ്പോഴും PDF ഒക്കെ ഉണ്ട്. അപ്പോൾ വൈ ഇസ് ഇറ്റ് ദാറ്റ് ബുക്സ് ഡോണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ബുക്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് മാനുസ്ക്രിപ്റ്റ് പേപ്പറിലൊന്നും അല്ലല്ലോ ഇപ്പൊ കൊടുക്കുന്നത്. വൈ ഇസ് ഇറ്റ് ദാറ്റ് ദർ ഇസ് എ ഗ്യാപ്പ്? പബ്ലിഷേഴ്സ് എന്തുകൊണ്ടാണ് ഈ ബുക്കുകൾ ആമസോണിൽ ഇറക്കാത്തത്? എനിക്ക് എസ്പെഷ്യലി മലയാളം ബുക്സ് DC ഇറക്കുന്നുണ്ട്. DC മാത്രമേ ഇറക്കുന്നുള്ളൂ എന്നാണ്. DC മാത്രമാണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ മാതൃഭൂമി ഇറക്കുന്നുണ്ട്. മാതൃഭൂമി ആമസോൺ മറ്റേ കിൻഡിൽ അൺലിമിറ്റഡിൽ ഫ്രീ ആണ്. അപ്പം എന്തുകൊണ്ട് ചെറിയ പബ്ലിഷേഴ്സിന് അത് പറ്റുന്നില്ല? നിങ്ങളുടെ പബ്ലിഷേഴ്സിനോട് സംസാരിക്കൂ. എന്നെ പോലെ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് പുസ്തകങ്ങൾ കിട്ടിയാൽ നന്നായിരുന്നു കിൻഡിലിൽ. പക്ഷെ അവർക്ക് അതിനുള്ള ഇൻഫ്ര ഇല്ലായിരിക്കും. ഇപ്പൊ ലോഗോസിന്റെ കാര്യം പറഞ്ഞാൽ ലോഗോസിന് ഒരു വെബ്സൈറ്റ് ഇല്ല. അവർക്ക് വെബ്സൈറ്റ് അതിന് വേറെ മെയിൻ്റനൻസിനൊക്കെ അതിന് വേറെ പണം മുടക്കണം. അപ്പോൾ അതിനുള്ള ചെറിയ പബ്ലിഷേഴ്സിന് അതൊന്നും ഉണ്ടാവില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല ആണ്. പക്ഷെ ആമസോൺ ഇവർക്ക് വേറെ സെല്ലറാണ്. അതിന് വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്, വേറെ സെല്ലർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു കമ്മീഷൻ അവർ എന്തായാലും വാങ്ങിക്കും. പക്ഷേ ഇത് ബുക്ക് ആക്കാനുള്ള പരിപാടി അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ഓഡിയോ ബുക്സ് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോറി ടെല്ലും ബുക്ക് FM ഒക്കെ വന്നുകൊണ്ട് ഇപ്പോൾ ഓഡിയോ ബുക്സ് വരുന്നുണ്ട്. അല്ലാതെ അതിനെക്കാട്ടും ചീപ്പറും ഫാസ്റ്ററും ആയിരിക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് എന്താ എനിക്ക് എന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ഇപ്പോഴും പുസ്തകത്തിന്റെ എത്രാമത്തെ പതിപ്പ് എന്നുള്ളതാണ് ഇവരുടെ ഒരു പുസ്തകത്തിന്റെ ക്വാളിറ്റിയുടെ ഒരു ബെഞ്ച് മാർക്ക്. അപ്പൊ ഈ ഓഡിയോ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പതിപ്പുകളുടെ കണക്ക്, പതിപ്പുകളുടെ എണ്ണം അവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പിന്നെ എത്ര കോപ്പി വിറ്റുപോയി എന്ന് പറയണം. ഇത്ര കോപ്പി വിറ്റുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓഥറിന്. പലർക്കും ആ ട്രാൻസ്പെറൻസി ക്രിയേറ്റ് ചെയ്യണ്ട, എത്ര കോപ്പി അടിച്ചു, എത്ര കോപ്പി വിറ്റുപോയി എന്നുള്ളത്. കാരണം സെൽഫ് പബ്ലിഷ്ഡ് ആണെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ആക്ച്വലി ദേ ഗെയിൻ മോർ ഫ്രം ഡീഫ്ലേറ്റിംഗ് ദ സെയിൽസ്. like 10 books print ചെയ്ത് ഫസ്റ്റ് പ്രിന്റ്, സെക്കൻഡ് പ്രിന്റ് 5 books ആണ്. You can still say ഇത്രയും my god. ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ബുക്ക് റീഡർ എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾക്ക് ബുക്ക് എന്ന് വെച്ചാൽ എപ്പോഴും PDF ആണ്. PDF അയച്ചു കൊടുത്താൽ വായിക്കാൻ പറ്റും. ഒരു DC പോലത്തെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ, DCയുടെ ബുക്ക് റീഡർ പോലത്തെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുവഴി വായിക്കുക, അല്ലെങ്കിൽ കിൻഡിൽ വഴി വായിക്കുക എന്നുള്ള സംഭവം പലരും ഇതുവരെ ഗ്രാസ്പ് ചെയ്തിട്ടില്ല. സീരിയസ് റീഡേഴ്സിൻ്റെ കയ്യിലുണ്ടാവും. ട്രാവൽ ചെയ്യുമ്പോൾ ഇതാണ് കൂടുതൽ കൺവീനിയൻ്റ് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ചിലപ്പോൾ കാശ് കൊടുത്ത് ഒരു പേപ്പർ വൈറ്റൊക്കെ വാങ്ങിച്ച് കിൻഡിലൊക്കെ വാങ്ങിച്ച് വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവിടെയും തന്നെ അതും അത്ര അറിയാത്ത ആളുകൾ കാണുമ്പോഴും എല്ലാവർക്കും കയ്യിൽ പിടിച്ച് വായിക്കലാണ് കൂടുതൽ താല്പര്യം. പുസ്തകം തന്നെ എടുത്ത് വായിക്കലാണ് എപ്പോഴും താല്പര്യം. അതിൽ നിന്ന് മാറിയിട്ടില്ല പലരും. Sorry Sandy, back to you. Back to the topic. അല്ല, ഇന്നത്തെ ടോപ്പിക് നമ്മൾ കുറച്ച് ഫ്രീ ഫ്ലോ കോൺവെർസേഷൻ ആകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വേറൊരു പിന്നെ റീഡേഴ്സ് ബ്ലോക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വന്നത് മാത്യു റിലി പുസ്തകം വായിച്ചു തുടങ്ങിയപ്പോഴാണ്. ആ സമയത്ത് ലൈബ്രറി മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടായില്ല. ഈ ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ വായിച്ച് പിന്നെയും അതിന്റെ ചൂടൊക്കെ ഇറങ്ങി. ആ സമയത്ത് കുറച്ച് പുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിൽ പിന്നെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞ് പിന്നെയും സ്റ്റക്കായി. പിന്നെ അവിടെ വന്നിട്ട് വായന കുറച്ച് ഉണ്ടായില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളി ഡോക്ടറാണ് തിരുവനന്തപുരത്ത്. ഇപ്പോൾ പുള്ളി വീട്ടിൽ വന്നിരുന്ന പുള്ളി പറയുമായിരുന്നു, ഇങ്ങനെ ഒരു സെൽഫ് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയ ഒരു ഓത്തറുണ്ട്, ഇറ്റ്സ് ബിക്കമിങ് വെരി വെരി ഗുഡ് എന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ പോയി ലൈബ്രറിയിൽ പോയി എടുത്തതായിരുന്നു ദ ടെമ്പിൾ വായിച്ചു തുടങ്ങിയിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് മാത്യു റിലി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്ന പുസ്തകങ്ങളെല്ലാം വായിച്ച് കഴിയുന്നത് വരെ ഞാൻ ഒരൊറ്റ പുസ്തകവും എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോക്ക് വന്നു. കാരണം ആ പുള്ളിയുടെ ആ പേസ്
വേറെ ആർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ജെയിംസ് റോളിൻസ് പുള്ളിയുടെ പുസ്തകങ്ങൾ കണ്ടു തുടങ്ങിയപ്പോഴാണ് അതേ പേസ് മാച്ച് ചെയ്യാൻ പറ്റുന്ന പുസ്തകങ്ങൾ വായിച്ചത്. പിന്നെ ഇടയ്ക്ക് വിൽബർ സ്മിത്ത് ഇതുപോലെ എനിക്ക് അത്യാവശ്യം നല്ല പേസ് ആണെന്ന് തോന്നി. പക്ഷെ ആ സമയത്ത് സ്പീഡായിരുന്നു പ്രധാനം. ആ ഇതില് വരുന്ന വേറൊരു ഓഥറാണ് ഡാനിയൽ സിൽവ എന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇറ്റ്സ് എ ബിറ്റ് കോൺട്രവേഴ്ഷ്യൽ ഇന്നത്തെ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ. ഇറ്റ്സ് എ സ്റ്റോറി അബൌട്ട് എൻ ഇസ്രായേലി സ്പൈ. മൊസാദിൽ ഒരു സ്പൈന്റെ സ്റ്റോറിയാണത്. ഐവ് റെഡ് പ്രോബ്ലി 2010-ലൊക്കെയാണ് ഞാൻ അല്ല ആക്ച്വലി നമ്മള് ഇൻഫോസിസിലുള്ളപ്പോൾ ഞാൻ ഈ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓ ഇത് ആക്ച്വലി ബുക്കിന്റെ സെക്കൻഡ് ഓർ തേർഡ് ബുക്കാണ്. ഫസ്റ്റ് ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ഹാഡ് ടു വെയിറ്റ് ഫോർ അനദർ ഇയർ ബിഫോർ ഐ ഗോട്ട് ദ ഫസ്റ്റ് ബുക്ക്. ഇവന്മാരെ വെരി ഫാസ്റ്റ് പേസ്ഡ് ഒരു സ്ട്രക്ചർ ഉണ്ട്. ദേ പ്ലാൻ എ മിഷൻ മിഡിൽ വെച്ചിട്ട് ബോച്ചസ് ആൻഡ് ദെൻ ഇറ്റ് somehow fix it. And it's ഭയങ്കര എന്താ പറയാ ഹൈ സ്റ്റേക്സ് ഗെയിം ആയിരിക്കും മിക്കവാറും. അത് one of the other books that I recommend to people who are in readers ബ്ലോക്കിലുള്ളപ്പം ഇത് അത്യാവശ്യം നല്ലൊരു ത്രില്ലറാണ്. ബട്ട് ഇന്നത്തെ ഇതിൽ ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ വുഡ് എൻജോയ് ഇറ്റ്. ഞാൻ ആദ്യമായിട്ടാണ് ഓത്തറുടെ പേര് കേൾക്കുന്നത്, ഡാനിയൽ സിൽവ. It's been writing എല്ലാ ജൂൺ ജൂലൈയിൽ അങ്ങാണ്ട് പുള്ളി ഒരു ബുക്ക് ഇറക്കും. ഓക്കെ. It's a very ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെയാണ്. അതായത് വെരി എലീറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് വിത്തിൻ മൊസാദ്. they're not exactly മൊസാദ്, പക്ഷെ they're an office within the office എന്നാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. Called the but the story starts with ഇയാളുടെ പേര് ഗബ്രിയൽ എന്നാണ്. ഹിസ് മദർ ഇസ് ഇൻ ഓഷ്വിറ്റ്സിലെ സർവൈവർ ആണ് അമ്മ. He's German. Because he's German and he speaks multiple languages, that's how he becomes a spy. പുള്ളിക്ക് ഒരു മെന്റർ ഉണ്ടായിരുന്നു, ആരി ഷംറോൺ എന്ന് പറഞ്ഞിട്ട്. പുള്ളി ഐ തിങ്ക് അലോങ് ദ സീരീസ് ആരി പാസസ് അവേ. പക്ഷെ ആരിയുടെ മോളോ ഗ്രാൻഡ് ഡോട്ടർ ഇയാളുടെ ടീമിൽ. സോ ഇറ്റ്സ് എ ഹോൾ ഇറ്റ്സ് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇതാണ്, യൂണിവേഴ്സ് ആണ് പുള്ളിയുടെ. You're very invested in each of these characters and he's able to build that pace. ഇവർക്കൊക്കെ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഇവരുടെ ടീമിന് ബാക്ക് സ്റ്റോറി ഉണ്ട്. Each individual person has a back story to tell of why they're there. And you see them grow from എന്താ പറയാ ചെറിയ apprentice നിന്ന് you read through the story of them becoming leads and all that, and eventually നല്ലൊരു and എല്ലാം ഒന്നും ഈ പറഞ്ഞ ഞാൻ ഐ ഹവ് നോട്ട് റെഡ് ഡാനിയൽ സിൽവ ദ ലാസ്റ്റ് two years. പക്ഷെ അതുവരെയുള്ള എല്ലാ ബുക്കും ഞാൻ വിടാണ്ട് വായിച്ചിട്ടുണ്ട് പുള്ളിയുടെ. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്, ഒരുപാട് ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് ഉണ്ട്. സോ ഇറ്റ് മൈറ്റ് നോട്ട് ബി ഫോർ എവ്രി വൺ, ബട്ട് സ്റ്റിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് കപ്പിൾ ഓഫ് ബുക്സ് ആർ ഡെഫിനറ്റ്ലി വർത്ത് റീഡ്. അതിലൊരു ആർട്ട് റിസ്റ്റോറർ ആണ്. സോ പുള്ളിയുടെ കുറെ എണ്ണം ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ആർട്ട് റെസ്റ്റോറേഷൻ. ആർട്ടിന്റെ ഈ നാസി ജർമ്മനിയിൽ ആർട്ട് കട്ടുകൊണ്ട് പോയ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ലോസ്റ്റ് വാല്യുബിൾ ആർട്ട്, അതിന്റെ റിക്കവറിയും അതിന്റെ ഹൈസ്റ്റുകളും ഒക്കെ അതില്. ഈ ഹിസ്റ്ററി മെൻ എന്ന് പറഞ്ഞിട്ടൊരു എന്തൊരു സിനിമ വന്നിട്ടല്ലേ നമ്മുടെ റയൻ റെയ്നോൾഡ്സ് ഗോൾഡ മേയറല്ല, ഹെലൻ മിറൻഡറിനും. അതാണോ? അതോ മറ്റേ മാർക്ക് വാൾബർഗിന്റെ ഒരു ഗ്രൂപ്പ് അവര് ഇങ്ങനെ ഇതുപോലെ നാസി ജർമ്മനിയിൽ കുറെ ആർട്ടിഫാക്ട്സ് ഇതുപോലെ ആർട്ട് പെയിന്റിങ്സ് ഒക്കെ സ്റ്റോളൻ ആയിട്ട് അത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇത് ഒരെണ്ണമുണ്ട്, ഹെലൻ മിറന്റെ ഫാമിലിന്ന് സ്റ്റോളൻ ആയ ഒരു ആർട്ട് വർക്ക്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ റിയൽ ലൈഫ് സ്റ്റോറി. ഇവര് റിക്കവർ ചെയ്യുന്നത് ഐ തിങ്ക് ഇറ്റ്സ് റയൻ റെയ്നോൾഡ്സ്, ഗോസ്ലിംഗ് അല്ല റെയ്നോൾഡ്സ് ആണ്. ഇറ്റ്സ് പക്ഷെ അതിൽ കുറെ എനിക്ക് ഡയലോഗ്സ് ഒക്കെ ജർമ്മനിൽ, അതോ ഞാൻ കണ്ട വേർഷന്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. അതേപോലെ മറ്റേ മാൻ ഫ്രം അങ്കിൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അതെനിക്ക് ഇഷ്ടമുള്ളൊരു അടിപൊളി പടം.
അതിനകത്ത് നെപ്പോളിയൻ സോളോ, അത് ഗൈ റിച്ചിയുടെ പടമാണ്, അപ്പൊ എന്തായാലും അടിപൊളിയായിരിക്കും. ഈ നെപ്പോളിയൻ ആരും സോളോ എന്ന് പറഞ്ഞ ക്യാരക്ടറല്ലേ, ഹെൻറി കാവലിന്റെ, ആ, പുള്ളി അതിലൊരു ആർട്ട് തീഫായിട്ടാണ്. അതായത് അലൈഡ് ഫോഴ്സസിന് വേണ്ടി സാധനം അടിച്ചു മാറ്റിയിട്ട് അങ്ങനെ തുടങ്ങുന്ന പുള്ളി. അത് ആ, കഴിഞ്ഞിട്ടാണ് ആ, പുള്ളി ആ, സ്പൈ ആ. ആവുന്നത്. അതെനിക്ക് അത് ഭയങ്കരമായിട്ട് സീരീസ് ആണോ ഇത് കഥയാണോ? മൂവി ഞാൻ ഒരെണ്ണേ മൂവി ഉള്ളൂ. മാത്രമേ കണ്ടിട്ടില്ല. ആക്ച്വലി മൂവിയിൽ തുടക്കത്തിൽ ഇത് പറയുന്നുണ്ട്. ഇതൊരു സീരീസ് ആയിരുന്നു, പഴയൊരു സീരീസ് ആണ്, മാൻ ഫ്രം അങ്കിൾ. അത് മറ്റേ ഓക്കെ. CIA MI6ഉം മറ്റേ KGBയും കൂടി ചേർന്നിട്ട് മറ്റേ ഇവരെ മറ്റേ പണി കൊടുക്കുന്ന പരിപാടിയാണ്. മറ്റേ ആക്സിസ് പവേഴ്സിന് മറ്റേ പണി കൊടുക്കുന്നതാണ് നാസീസിനെ. മറ്റേ അറ്റാക്ക് അത് ഗവൺമെന്റ് സാങ്ഷൻഡ് ഓപ്പറേഷൻ അല്ല. അങ്ങനെയാണ് പല സാധനങ്ങളും, പല സിനിമകളും. ഈ ഇപ്പോൾ ഈക്വലൈസർ ഇതൊക്കെ പണ്ട് സീരീസ് ആയിരുന്നു. അപ്പോൾ ലൈക്ക് എ ടീം പണ്ട് മിഷൻ ഞാൻ ഇമ്പോസിബിൾ. മിഷൻ ഇമ്പോസിബിൾ A-Team ആക്ച്വലി AXL, അത് കുറച്ചുകൂടി റീസെൻ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ ഇതിൽ AXL തുടങ്ങിയ സമയം, മറ്റേ ഇന്ത്യയിൽ ഓ, വരുന്ന ഏ, സമയത്ത് ആക്ച്വലി ആ. ഉണ്ടായിരുന്ന സാധനമായിരുന്നു. AXL ഒക്കെ പൂട്ടിപ്പോയില്ലേ. ശ്ശോ, കുറെ കാലമായിട്ടാ പേര് കേട്ടുന്നത്. Yeah. ആ സാധനത്തിനെ കുറിച്ച് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളതാണ്. അതിന്റെ അകത്ത് മറ്റേ ഈ പാറ്റയുടെയും പട്ടിയുടെയും പുഴുവിന്റെ ഇടയിലൊക്കെ കിടക്കുന്ന Who അല്ലെങ്കിൽ dares തിന്നുന്ന wins അങ്ങനെ സാധനമല്ലേ, ആ അത് ഫിയർ ഫാക്ടറോ അങ്ങനെ ഫിയർ എന്താണ്ടോ. ഫാക്ടർ, ഹൂ ഡേഴ്സ് വിൻസ്, അപ്പൊ അങ്ങനെ കുറേ സാധനം. എനിക്കൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ രാത്രി ഡിന്നറ് ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഇതും കണ്ടുകൊണ്ടാണ് തിന്നുന്നത്. അവൻ ഇത് കാണാതെ ഭക്ഷണം ഇറങ്ങൂലായിരുന്നു. അയ്യോ. അത് കഴിഞ്ഞിട്ടൊരു സീരീസ് വന്നായിരുന്നു, ഈസ് ജംഗിൾ സേ മുജെ ബച്ചാവോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഒരു ഹിന്ദി, അതേതോ ഒരു ഫ്രാഞ്ചൈസിയുടെ അതിന്റെ ഹിന്ദി വേർഷൻ. അതിനകത്തും ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു എനിക്ക് ഓർമ്മയുണ്ട്. അതെവിടെയാണ് വെച്ചിരുന്നത് അറിയാമോ? അവിടെ ഇൻഫിയുടെ അടുത്തൊരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി ഫുഡ് അവിടെ കഴിച്ചിരുന്നു. അവിടെ അവിടെ TV ഈ സാധനം വെച്ചേക്കുമായിരുന്നു. മണ്ണിരയായിരുന്നു. നായികയായിരുന്നായിരിക്കും കഴിച്ചിരുന്നത്. മാഗി കഴിച്ചോണ്ടിരിക്കുമ്പോൾ മാഗി അല്ല, ഞങ്ങള് എന്ത് പൊറോട്ട random. കഴിക്കുമ്പോൾ അവിടെ ഒരായിരുന്നു മാഗി കഴിക്കുന്നത്. So, see, have you ever, all of you, ആർക്കെങ്കിലും, have you ever had a feeling where you have read a book that was read so good that you couldn't read anything afterwards? എനിക്ക് ആക്ച്വലി അത് ഫീൽ ചെയ്തത് when Breath Becomes Air, പോൾ കലാനിധിയുടെയാണ്. I mean, for people who have not read it, ഇത് പോൾ വാസ് എ ഡോക്ടർ ആൻഡ് പുള്ളിക്കാരന് വളരെ ടാലന്റഡ് ന്യൂറോ സർജൻ ആയിരുന്നു. അപ്പൊ അവന്റെ ഫസ്റ്റ് ഹാഫ് മുഴുവനും ഇയാൾ മീറ്റ് ചെയ്ത ന്യൂറോളജിക്കൽ പേഷ്യൻസിന്റെ ഒക്കെയാണ്. എന്നിട്ട് പുള്ളിക്കൊരു റെയർ ഫോം ഓഫ് ക്യാൻസർ കണ്ടെത്തുന്നു. ആൻഡ് ദാറ്റ് ഈസ് വെൻ പുള്ളി കംപ്ലീറ്റ്ലി the life turns upside down, right? It's a flip from being a doctor to being a patient. പിന്നെ പുള്ളിക്കാണെങ്കിൽ ആസ് എ ഡോക്ടർ he has a lot of inside information, so he starts questioning his doctors on those. അങ്ങനെയൊക്കെ. And it takes a very philosophical turn towards the second half. അപ്പൊ അത് it was so deep, so touching. അത് വായിച്ചിട്ട് ഞാൻ പിന്നെ 3 മാസത്തേക്ക് എങ്ങനെയും പ്രോബ്ലി എനിക്ക് വേറെ ഒരു ബുക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എടുക്കും പുസ്തകം, വായിക്കാൻ നോക്കും, താഴെ വയ്ക്കും, എടുക്കും, താഴെ വയ്ക്കും. അങ്ങനെയായിരുന്നു ഒരു 3-4 മാസം. അപ്പൊ ഐ മീൻ ഇറ്റ്സ് ക്വൈറ്റ് ദ ഓപ്പോസിറ്റ്, റൈറ്റ്? നമ്മൾ സാധാരണ പുസ്തകം വായിച്ച് വെറുത്ത് താഴെ വയ്ക്കുന്നത് കൊണ്ട് then there are books that are so good that it it makes it difficult to read anything else. I've had that for മറ്റേ മാർക്കസ് സുസാക്കിന്റെ ബുക്ക് തീഫ് വാസ് എ ബുക്ക് ലൈക്ക് ദാറ്റ്. ഐ ഹാഡ് ഒരു ബുക്ക് ഹാങ് ഓവർ എന്നൊക്കെ പറയുന്നമാര്, നമുക്കത് വായിച്ചു കഴിയുമ്പം യു നീഡ് സം ടൈം ടു റിക്കവർ ഫ്രം എ ബുക്ക്. അതുപോലെ ഒരെണ്ണമായിരുന്നു എലീഫ് ഷഫാക്കിന്റെ ദ ഓണർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്, വിച്ച് ഇസ് എക്സ്ട്രീംലി പെയിൻഫുൾ ടു റീഡ്. ഐ മീൻ ബുക്ക് തീഫ് ഓഫ് കോഴ്സ് നമ്മളെല്ലാരും വായിച്ചിട്ടുണ്ടാവും. ഐ ഡോണ്ട് തിങ്ക് എലീഫ് ഷഫാക്ക് നിങ്ങൾ വായിക്കുന്ന ഒരു ഓത്തർ ആണോ എന്ന് എനിക്കറിയില്ല. ഓണർ വാസ് വെരി ഡിഫിക്കൽട്ട്. ഇതൊരു ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. അതിലൊരാള് ഹി ഗോസ് ടു മാരി എ ട്വിൻ ആൻഡ് ഹി മാരീസ് ദ റോങ് ട്വിൻ. വീട്ടുകാർ കല്യാണം ആലോചിച്ച് ഫിക്സ് ചെയ്യുമ്പം ഇവൻച്വലി ഹി മാരീസ് ദ റോങ് ട്വിൻ. ഇവൻ ദോ
മറ്റേ ട്വിന്നിന് ഇഷ്ടമായിരുന്നു ഇയാളെ, പക്ഷെ he ends up marrying the sister, and then they move to the UK and they trying to build a life there. Eventually ഈ സ്ത്രീ ആൾക്ക് ഭാര്യയാണ്, പക്ഷെ he is always loved the other person, and he's got goes through ഈ both these twins eventually they're not happy. ഇവരുടെ മകൻ UK പോകുമ്പം, because it's a different environment, he's got this mixed concept of honor. അച്ഛൻ മരിച്ചു കഴിയുമ്പം he believes he needs to be the man of the family, but he's like ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റും, ആൻഡ് ഇറ്റ് വാസ് എ വെരി പെയിൻഫുൾ റീഡ് ഫോർ മീ. ബുക്ക് ഹാങ് ഓവർ ആയിരുന്നു എനിക്ക്. എന്റെ ബുക്ക് ഹാങ് ഓവേഴ്സ് ഡോണ്ട് ലാസ്റ്റ് വെരി ലോങ്. ആ ഒരു മേ ബി എ വീക്ക് ഞാൻ കുറച്ചു നേരം മുങ്ങിക്കൊണ്ട് നടന്നു ആ ബുക്ക് വായിച്ച്. ബുക്സ് ദറ്റ് മെയ്ഡ് യു ക്രൈ എന്നുള്ളതിലുള്ള ഒരു ബുക്കിൽ ഒന്നാണത്. അത് നമുക്ക് ഒരു ഒരു ടോപ്പിക് ഡെഫിനറ്റ്ലി ചെയ്യേണ്ടതാണ്, ബുക്സ് I've ദാറ്റ് got a മേഡ് യു few ക്രൈ. books. Ball. There are a few books like that in മറ്റേ government. പറഞ്ഞു ഗോഡ് ഇത് ഒരു ഞാൻ മൈ ഡോഗ്സ് എ ഡാഷൻ. അവനെ വാങ്ങിച്ച സമയത്ത് എനിക്ക് ഈ പട്ടികളുടെ ബുക്ക്, ഈ ഡാഷൻസ് ഉള്ള ബുക്സ് വായിക്കാൻ ഇൻട്രസ്റ്റ് ആണ്. അത് ലില്ലി ആൻഡ് ഓക്ടോപ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഇറ്റ്സ് സ്മോൾ ബുക്ക്. അതിൽ ഇതുമാരെ ഒരാൾക്ക് ഒരു ഡാഷൻ്റെ ഉണ്ട്, ആൻഡ് ആ ഡാഷന് ക്യാൻസർ വരുന്നതായിരുന്നു. അതിന് ബ്രെയിനിൽ എന്തോ ഒരു ട്യൂമർ വരുന്നതാണ്. അപ്പൊ അയാൾക്ക് ട്യൂമർ ആണെന്ന് പറയാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനെ ഓക്ടോപ്പസ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് ബുക്ക്, ആ പട്ടി വെരി പെർസെപ്റ്റീവ് പട്ടിയാണ്. അപ്പൊ ഇയാൾക്കൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടും, പട്ടിക്ക് ബോയ് ഫ്രണ്ടിനെ കണ്ടൂടാ. ഇവൻച്വലി ആ ബോയ് ഫ്രണ്ട് വാസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ. അയാളൊരു ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്, ദേ ബ്രോക്ക് അപ്പ്. അപ്പൊ ഈ പട്ടിക്ക് ഹാഡ് ദിസ് സെൻസ് ബെറ്റർ, ഈ പട്ടി ഹാഡ് എ ബെറ്റർ സെൻസ് ഓഫ് ആൾക്കാരെ തിരിച്ചറിയുന്ന ദാൻ ഹിം. അപ്പൊ ഈ ഇവൻച്വലി ദ ഡോഗ് ഡൈസ് ഓഫ് ക്യാൻസർ. പക്ഷെ ഇറ്റ് വാസ് വെരി വെരി ഇമോഷണൽ. ഈ പട്ടി ഇവൻച്വലി പട്ടിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അതിന് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ആൻഡ് when you have a dog and this happens, it becomes നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഇതാണ്. എനിക്ക് ഓർമ്മ, ഞാനിത് സിംഗപ്പൂരിലെ എയർപോർട്ടിൽ ഇരുന്ന് വായിച്ചിട്ട് ഫുൾ കരച്ചിലായി. അപ്പൊ നമുക്കത് ലേ ഓവർ ഉണ്ടായിരുന്നു. അപ്പൊ നിമ്മ ഇങ്ങനെ നോക്കിയിട്ട് എന്തോ പ്രശ്നമുണ്ട്, ചോദിക്കാൻ പറ്റില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും കരയും ഞാൻ. But it was very emotional. അപ്പൊ പട്ടിക്കൊക്കെ അസുഖം വരുമ്പം they become so helpless and they look at you. ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. കാരണം നമുക്കും അറിയില്ല എന്താ സംഭവിക്കുന്നത്. കുട്ടിക്ക് പനി വന്നാൽ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. പട്ടിക്ക് അസുഖം വന്നു കഴിയുമ്പോൾ പട്ടി ഹെൽപ്ലെസ് ആവാണ്, പട്ടി സ്കേർഡ് ആണ്. ഞാനിരുന്ന് കരയും. The only thing actually you can do is not be scared, because you're going to scare the dog more. It was one of the hardest reads. അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ബുക്കൊക്കെ വായിച്ചു കഴിയുമ്പം യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഗോ റീഡ് ഒരു സജീവ് എടുത്താടനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പിന്നെ that's my cure for a book hangover. So if anybody reads a very emotional book, goes into a book hangover, your fastest recovery is read a book that's very lightest, funniest book that you can read. പോയി വായിക്കാം. That's the only cure I can give you. അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന പഴയ ഒരു മീമാണ്, നമ്മുടെ സേവിയർ എന്ന് പറഞ്ഞൊരു മീം അക്കൗണ്ട് ഉണ്ടല്ലോ. അതില് ആരോ പോസ്റ്റ് ചെയ്തു റെക്കമെൻഡ് മീ സം ബുക്ക് ദാറ്റ് മെയ്ഡ് യു ക്രൈ എന്ന് പറഞ്ഞപ്പോ പുള്ളി അടിയില് എന്താണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഞാൻ വോളിയം പറയാൻ 2 വരുമായിരുന്നു, അതോട് പറയാൻ വരുമായിരുന്നു. Emotion ko. അപ്പൊ വേറെ എന്തെങ്കിലും റീഡേഴ്സ് ബ്ലോക്ക് മാറ്റിയതോ റീഡേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കിയതോ ആയ പുസ്തകങ്ങൾ എനിബഡി? എനിക്ക് പുസ്തകങ്ങൾ പറഞ്ഞു. ഡൈജസ്റ്റിനെ കുറിച്ച് പറയാനുണ്ട്. നേരെ സാൻഡി പറഞ്ഞത് റീഡേഴ്സ് ഡൈജസ്റ്റ് ഒരു കാലത്ത് എനിക്ക് ഇതുപോലെ വായനയെ പ്രോത്സാഹിപ്പിച്ചൊരു സംഭവമാണ്. കാരണം ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് മൂന്ന് ജോക്ക് സെക്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ പത്രം എടുത്തിട്ട് കോമിക്സിന് വേണ്ടി വായിച്ചു തുടങ്ങുമല്ലോ, അതേപോലെ ഈ ജോക്സ് ഇപ്പം ഈ സെക്ഷന് വേണ്ടി നമ്മൾ ബുക്ക് എടുക്കും. അതിന് ശേഷം പിന്നെ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സെക്ഷൻസ് നമ്മൾ വായിച്ചു തുടങ്ങും. ആൻഡ് ദ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് സ്റ്റഫ് യു കീപ്പ് ഇറ്റ് ഫോർ ലേറ്റർ. ബട്ട് അഗെയിൻ ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും വൺസ് യു റീഡ് ഇറ്റ് ഇറ്റ്സ് എൻ്റർടൈനിങ്. പിന്നെ
അതിൽ തന്നെ കുറച്ച് നല്ല സീരീസ് ഉണ്ടായിരുന്നു, ഡ്രാമ ഇൻ റിയൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ, അതൊക്കെയായിരുന്നു ഉഗ്രൻ സാധനങ്ങള്. പിന്നെ ഇത് തീരുമ്പോൾ ചെറിയൊരു അവരെ സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു അനക്ഡോട്ട് വയ്ക്കും. ഒരു സെക്ഷൻ തീരുമ്പോൾ അതിനകത്ത് രണ്ട് സാധനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരെണ്ണം ഒരു JFK മറ്റേ ഇവർ ഏതൊരു മറ്റേ ഒരു പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ കഥയാണ്. ഏതോ ഒരു കഫേ എന്തോ നടത്തുവാണ്, റെസ്റ്റോറൻ്റ് എന്തോ. അന്നാണ് JFK കൊല്ലപ്പെടുന്ന ദിവസം. അപ്പോൾ JFK മരിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ എല്ലാവർക്കും അതെന്താ പറയുക, അതിന് നാഷണൽ മോർണിംഗ് തുടങ്ങി. എല്ലാ സ്ഥലത്തും എല്ലാവരും പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യുക. അന്ന് വൈകുന്നേരം ആ കഫേയിൽ പ്ലേ ചെയ്യേണ്ട ഒരു ബാൻഡ്, ആ ബാൻഡ് വന്നിട്ട് അതിൽ മെയിൻ ആൾ വന്ന് പറയും എന്താ കാരണം ക്യാൻസൽ ആവുന്നതെന്ന് പറയും. ഇപ്പോൾ ഈ അപ്പൂപ്പൻ പറയും, അതായത് അപ്പൂപ്പൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ, പുള്ളി പറയും ഇങ്ങനെ ഇതിങ്ങനെ സംഭവിച്ചു, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അപ്പോൾ ആ ബാൻഡ് മെമ്പർ പറയാം, അതായത് ലീഡ് സിംഗർ ആയിരുന്നു, അയാൾ പറയാമെന്ന്, ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ് വെൻ യു ഗെറ്റ് ഫേമസ്, യു ഗെറ്റ് ഷോട്ട്. ആക്ച്വലി ആ ബാൻഡ് ബീറ്റിൽസ് ആയിരുന്നു. അങ്ങനെ എന്തോ അതാണ് കഥ, അതാണ് സംഭവം. ജോൺ ലെനനാണ് പുള്ളിയോട് വന്ന് സംസാരിക്കുന്നത്, ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇവൻച്വലി ഫേറ്റ് അത് തന്നെയാണ്. പിന്നെ വേറൊരു സാധനം ഒരു ബുക്കിനെ പറ്റിയാണ്. ബുക്കിൻ്റെ ഫസ്റ്റ് എഡിഷൻ ഒരു റിയൽ സ്റ്റോറിയാണ്. ബുക്കിൻ്റെ പേര് ദ വേവേർഡ് ബസ് എന്ന്. ബുക്കിൻ്റെ പേര് പറയുന്നില്ല. ആ ബുക്ക് കൊണ്ടുപോയി അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ ആ ബസ് അതങ്ങ് കത്തിപ്പോവും. ബുക്കിൻ്റെ പേര് വേവേർഡ് ബസ് എന്നെന്തുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഐ റിവീൽ ദ ട്വിസ്റ്റ് ഓൾറെഡി. സോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, കുഞ്ഞി സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ മറ്റേ ഹ്യൂമർ ഇൻ യൂണിഫോം ഒക്കെ ചെല്ലുന്നതിന് മുമ്പ് ആദ്യം വായിക്കുന്ന ഈ സാധനങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ അതിലോട്ട് കിടക്കും. പിന്നെ നമ്മുടെ വേറെ ടുവേർഡ്സ് പിക്ചേഴ്സ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് പൺസ് ഉള്ള സാധനമായിരുന്നു. ലൈക്ക് അതെ അതെ അതെ. പാരഷൂട്ടേഴ്സ് ഡോണ്ട് ഡൈ, ദേ ജംപ് ഇൻ ടു എ കൺക്ലൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓൾഡ് ഫോട്ടോഗ്രാഫേഴ്സ് ഡോണ്ട് ഡൈ, ദേ ഗോ ഔട്ട് ഓഫ് ഫോക്കസ്. അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ അതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അയച്ചു കൊടുക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ഒക്കെ രസമായിരുന്നു. പിന്നെ ഈ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ റീഡേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതെൻ്റെ കയ്യിലിരിപ്പോണ്ട് ഉണ്ടാവുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഏറ്റവും മെയിൻ കൾപ്രിറ്റ് മൊബൈലാണ്. കാരണം ഏറ്റവും എളുപ്പം നടക്കുന്ന സാധനമാണ് മൊബൈൽ തുറക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പാരലൽ റീഡ് എന്നൊക്കെ പറഞ്ഞ് 3-4 ബുക്ക് ജാടയ്ക്ക് വേണ്ടി മേശപ്പുറത്ത് കൊണ്ടുവയ്ക്കും. ഒരെണ്ണം 100 Days of Solitude ആണ്. അത് ഒരു സമയത്ത് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ആ സമയത്ത് ഞാൻ സ്ട്രിക്ട്ലി മൊബൈൽ മാറ്റി വെച്ച് അന്ന് ഇപ്പോൾ ഉള്ള ഒരു ജോലി തിരക്കിന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി നമ്മളത് ഒന്ന് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഒരു സമയത്ത് ഏകദേശം 130ഓളം പേജുകൾ നല്ല ഒഴുക്കിലങ്ങ് വായിച്ചു പോയി. പിന്നെ ബുക്ക് എവിടെയോ ഞാൻ മാറ്റി വെച്ചപ്പോൾ അതങ്ങ് ഒഴിവാക്കി. അതിൻ്റെ പുറകെ ഇതെല്ലാം വിട്ടു ഞാൻ. എന്നിട്ട് ഇപ്പോൾ റീഡേഴ്സ് ബ്ലോക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു ബുക്ക് വാങ്ങി അത് വായിച്ചു തീർത്തു. ഒരു 450 പേജുകൾ. അത് വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നു. കാരണം ഓഹരി ആയിരുന്നു KL മോഹനവർമ്മയുടെ ഒരു പുസ്തകം. അത് ആ ഫീൽഡിനെ പറ്റിയിട്ടാണ്, ഓഹരി വിപണി. അത് കുറച്ച് ഈ കൊല്ലം ഞാൻ വായിച്ച അവസാനത്തെ പുസ്തകം. ആകെ 7 ബുക്കേ വായിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ ഇനിയിപ്പോൾ വായിക്കാൻ സമയമില്ല, ഒന്നും വായിച്ചു തീർക്കാനും സമയമില്ല. അത് ഒരു 450 പേജ് ദിവസവും ഇരുന്ന് ബലം പിടിച്ചിരുന്ന് വായിച്ചാണ് ആ പുസ്തകം തീർത്തത്. അപ്പോൾ മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ റീഡേഴ്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനം. ചില ബുക്കൊക്കെ ഇതുപോലെ ആളുകൾ റെക്കമെൻഡ് ചെയ്ത് നമ്മൾ വായിച്ചു തുടങ്ങും. അത് നമുക്ക് ചേരില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളത് പലപ്പോഴും ഒഴിവാക്കാൻ നോക്കിയിട്ടില്ല, എങ്ങനെയെങ്കിലും അത് തീർക്കാനുള്ളൊരു ശ്രമം നടത്താറുണ്ട്. എന്നാലും തീർക്കാൻ പറ്റാതിരുന്നൊരു പുസ്തകം മറ്റേ മരുഭൂമികളുണ്ടാകുന്നു, ആനന്ദിൻ്റെ ലാംഗ്വേജ് കുറച്ച് ഡ്രൈ ആണ്. പക്ഷേ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട 2 ബുക്കുണ്ട് പുള്ളി എഴുതിയത്. ഒന്ന് ദ്വീപുകളും തീരങ്ങളും ഉണ്ട്. പിന്നെ മറ്റേ ഇതുണ്ട്, സംഹാരത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ചെറിയ ബുക്കുകളാണ്, പക്ഷെ അത് കുറച്ചുകൂടി, ഈ സംഹാരത്തിൻ്റെ പുസ്തകം ഒരുതരം എന്താ പറയുക, അത് ഹൊറർ ഫിക്ഷൻ എന്നൊക്കെ പറയാം. അതായത് കാര്യം അത് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു കോൺസ്പിരസി ഹൊറർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. സീക്രട്ട് സൊസൈറ്റികളെ പറ്റിയൊക്കെയാണ്. ദ്വീപുകളും തീരങ്ങളും നദിയുടെ കരയിൽ കൂടെ സഞ്ചരിച്ച് പല സംസ്കാരങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പുള്ളിയുടെ എല്ലാ റൈറ്റിങ്ങിലും ഒരു നോൺ ഫിക്ഷൻ്റെയും ഫിക്ഷൻ്റെയും വരമ്പ് ഇല്ലാതാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ബൗണ്ടറി ഇല്ലാതാവുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് ആൾക്കാർ ആനന്ദിലേക്ക് എത്താൻ പറയുന്നത് മരണ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് ആ പുസ്തകം കിട്ടാതായതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടിടത്ത് വായിച്ചത്. അപ്പോൾ എന്നോട് പലരും പറയുന്നു മരണ സർട്ടിഫിക്കറ്റ് വായിക്കണ്ടായിരുന്നു. വായിക്കാൻ തുടങ്ങിയവർ പറയുന്നു അത് വളരെ ഡ്രൈ ആയിട്ട് തോന്നി, പകുതിക്ക് ഉപേക്ഷിച്ച ആൾക്കാരൊക്കെ ഉണ്ട്.
ഈ ഞാൻ മരുഭൂമികൾ ഗോവർദ്ധന്റെ യാത്രകൾ ഇത് ഞാൻ മാത്രമേ അതിലേക്കൊന്നും പോയ പോലും ഇല്ല. മറ്റേ വാങ്ങി വെച്ചിട്ടുണ്ട് ആൾക്കൂട്ടവും ഗോവർദ്ധന്റെ യാത്രകളൊക്കെ എന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞിട്ട്. ഈ മറ്റേ മരുഭൂമിയിൽ ഉണ്ടാവുന്നതിന്റെ കോപ്പി ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് എടുത്തതാണ്. ഞാൻ പ്ലസ് ടുവിന് മറ്റേ ഈ സിഡ്നി ഷെൽട്ടനൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് പ്ലസ് ടു കഴിഞ്ഞ എഞ്ചിനീയറിംഗിന്റെ ടൈമിൽ കുറേ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ലൈബ്രറി മെമ്പർഷിപ്പ്, അതും വേറെ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞങ്ങളത് റീയൂസ് ചെയ്യുമായിരുന്നു. വേറെ ഒരാളുടെ മെമ്പർഷിപ്പായിരുന്നു. അത് കൈമാറ്റം ചെയ്യാൻ പറ്റുമായിരുന്നു അന്ന്, ഇപ്പം പറ്റില്ല. അപ്പോൾ അന്ന് എടുത്ത സിഡ്നി ഷെൽട്ടൻ്റെ ബുക്കുകളൊക്കെ ഏകദേശം തീർന്നിട്ട് പിന്നെ മലയാളം പിടിക്കാമെന്ന് വെച്ചാൽ മലയാളത്തിലേക്ക് പോയി. അങ്ങനെ എടുത്ത ഒരു കോപ്പി തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്ന അതേ കോപ്പി. അതിനധികം ആൾക്കാർ വായിച്ചിട്ടൊന്നുമില്ല, അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. 2012 എടുത്തിട്ട് പിന്നെ ചെക്കൗട്ട് ചെയ്ത് 2017 പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ആ ബുക്കിൽ കാണുന്നില്ല. ആ ചട്ടയൊക്കെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, പഴയൊരു എഡിഷൻ. അപ്പോൾ അത് വായിച്ച് തുടങ്ങിയതാണ്, 2-3 ചാപ്റ്റർ എത്തിയതുമാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് ഫ്ലോ അങ്ങ് മുറിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ പുസ്തകം കണ്ടിന്യൂ ചെയ്യില്ല. ശ്രമിക്കാമായിരുന്നു, റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും റീവിസിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ എൻ്റെ കേസിൽ റീഡേഴ്സ് ബ്ലോക്കിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ ഡിസ്ട്രാക്ഷൻസ് ആണ്. അത് പുസ്തകം ഒരിക്കലും റീഡേഴ്സ് ബ്ലോക്ക് ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചിലരൊക്കെ നല്ല പുസ്തകമാണ്, ലൈറ്റ് ബുക്കാന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ചിലപ്പോൾ നമ്മുടെ വായന നിർത്തിക്കളയും, മടുപ്പിച്ചിട്ട് നിർത്തിക്കളയുന്ന കാര്യമുണ്ട്. അതിൽ ഒരെണ്ണം തീന്മേശക്കുറിമാനം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു. അത് കേട്ടിട്ടോന്ന് അറിയില്ല. ട്രോൾ ലൈബ്രറി റെക്കമെൻഡ് ചെയ്തൊരു പുസ്തകമാണ്. ഫുഡിനെ പറ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു IAS ഓഫീസർ എഴുതിയ ബുക്കാണ്. അയാൾ, എനിക്ക് അയാളുടെ പേര് ഓർമ്മയില്ല. പുള്ളി ഇടയ്ക്ക് 2-3 ബുക്സൊക്കെ ഇപ്പോൾ DC വഴിയൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് അങ്ങനെയുടെ IAS ട്രെയിനിങ്ങിൻ്റെ സമയത്ത്, അതുപോലെ പോസ്റ്റിങ്ങിൻ്റെ ടൈമിലൊക്കെ പുള്ളി ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിലെ ഫുഡിനെ പറ്റിയും ഒക്കെയാണ്, ഫുഡ് ഉണ്ടാക്കുന്ന രീതിയും ആ ഫുഡുകൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നതൊക്കെയാണ്. പക്ഷെ ഒരു 4-5 ചാപ്റ്ററിനപ്പുറം പോകാൻ പറ്റിയില്ല. ചെറിയ ബുക്കാണ്, എന്നാലും ഭാഷ കാരണമാണ് അത് എനിക്ക് പറ്റിയ പുസ്തകം ആണെന്ന് തോന്നിയില്ല. ഒരു ഒഴുക്കില്ലാത്തൊരു പുസ്തകമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് അതും പാതി വഴിക്ക് ഉപേക്ഷിച്ചു. പിന്നെ അങ്ങനെ ചിലർ റെക്കമെൻഡ് ചെയ്ത ബുക്കുകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ടാവും. ഈ മറ്റേ സാൻഡി പറഞ്ഞ പോലെ മൈസൂർ ദേവരാജാസ്, അവരെ സാൻഡി അല്ല, ലേഖയല്ലേ പറഞ്ഞത്, ദേവരാജാസ് റോഡിൽ മറ്റേ പൈറേറ്റഡ് ബുക്സിൻ്റെ കാര്യം. അന്ന് വാങ്ങിച്ച ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ഞാൻ തുറന്നിട്ടില്ല, അതിപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ. അത് ഇതുപോലെ പൈറേറ്റഡ് ബുക്ക് വാങ്ങി വെച്ചത്. പക്ഷേ അതിനുശേഷം സിനിമ കണ്ടു. പിന്നെ UK പോയ സമയത്ത് ആരുടെയോ കോപ്പി ഇരിപ്പുണ്ടായിരുന്നു, അതാണ് വായിച്ചത്. എൻ്റെ ഇരിക്കുന്ന കോപ്പി അതുപോലെ ഇരിപ്പുണ്ട്. അങ്ങനെ പല പുസ്തകങ്ങളുടെയും ഫെയ്റ്റ് അതാണ്, അതിപ്പോഴും ഏതോ ഒരു കോർണറിൽ ഇരിപ്പുണ്ട്. പണ്ട് വാങ്ങിച്ച സാധനങ്ങളൊക്കെ. സ്റ്റീഫൻ കിങ് ഒക്കെ വായിക്കുന്നത് മറ്റേ തെരഞ്ഞു പിടിച്ച് വായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഓൾഡ് ബുക്സൊക്കെ, യൂസ് ബുക്സൊക്കെ എടുത്ത് അതെങ്കിലും ഒന്നും അറിഞ്ഞു പോകുന്നത്. അല്ലാതെ ഇതൊക്കെയാണ് എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് എന്ന് പറയാം. ഞാൻ എഗ്രി ചെയ്യുന്നു. നമ്മുടെ ഫോണിലുള്ള കളിയാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലാണ്ട് സമയമില്ലാഞ്ഞിട്ടല്ല. ഇതിൽ കയറി ഒരു റീല് കണ്ട് പിന്നെ സമയം നോക്കുമ്പോൾ 1 അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ഒന്നിൽ നിർത്തുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ കോൺഷ്യസ്ലി ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഫോണിലിരിക്കുന്നതുകൊണ്ട് എന്നോട് പറഞ്ഞേക്കത് മാറ്റി വെക്കാൻ. എന്നോട് പറയാൻ പൊതുവെ പറയാറൊന്നുമില്ല എന്നോട്. അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്കൊരു സെൽഫ് കൺട്രോൾ ഇല്ലാതെ എനിക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ബുക്ക് വായനയുടെ കാര്യത്തിൽ. എനിക്കാണ് ഈ പറഞ്ഞ പോലെ റീഡേഴ്സ് ബ്ലോക്ക്. ഐ നെവർ ഹാഡ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ബുക്ക് കിട്ടായ്മ കൊണ്ട് വായിക്കാതിരുന്നു എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ലെങ്കിലും എനിക്ക് ഹോസ്റ്റലിൽ ഐ വാസ് വെരി ലക്കി. ഐ ഹാഡ് ഫ്രണ്ട്സ് ഹു ആർ റീഡിങ്. കോളേജിന്റെ അടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫൈനൽ ഇയർ ആവുന്ന സമയത്ത് എന്തോ ആണ് അടച്ചുപോയത്. അപ്പൊ അതുവരെയൊക്കെ എനിക്ക് ബുക്കിന് ഒരിക്കലും ബുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് ബുക്ക് വായിക്കാൻ പറ്റുന്നില്ല എന്നൊരു കംപ്ലൈന്റ് എനിക്ക് പറയാൻ ഇതുവരെ ടച്ച്വുഡ് അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു റീഡിങ് സ്ലംപ് വന്നത് ഈ പറഞ്ഞമാര് ആ ഒരു കുത്തിയിരുന്ന് ബുക്ക് വായിച്ച് 100 ബുക്ക് വായിക്കുന്നതിൽ നിന്നും പടക്കോ എന്ന് വീണ 2 കൊല്ലങ്ങളെ എനിക്കുള്ളൂ. 2018 2022 കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്പേസിലാണ് എനിക്ക് നല്ല സ്ലംപ് വന്നത്. ഫസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു ഞാൻ ബുക്ക് പിന്നെ കൈകൊണ്ട് ഓടുന്നത് പ്രോബബ്ലി നാട്ടിൽ വന്ന സമയത്തൊക്കെ ആയിരിക്കും. പേരൻസ് ഒക്കെ ഉണ്ട് എന്നുള്ള സമയത്താണ് പിന്നെ ബുക്ക് വായിച്ച് തുടങ്ങുന്നത്. രണ്ടാമത്തെ ആൾക്ക് ഐ വാസ് ലിറ്റിൽ സ്മാർട്ടർ. അപ്പോഴേക്കും ഞാൻ ഓഡിയോ ബുക്സ് ഒക്കെ പതുക്കെ ഇത് ചെയ്ത് തുടങ്ങി. അപ്പം ദെൻ ഇറ്റ് വാസ് ഇരുന്ന് വായിക്കാൻ പറ്റില്ലെങ്കിലും ഇതുമാരെ ഹെഡ്ഫോൺസ് വയ്ക്കുന്നതും അതുവരെ എനിക്കൊരു
I felt audiobook was cheating. It's a very controversial opinion. പക്ഷെ അതുവരെ എന്റെ ഫീലിംഗ് ബുക്ക് വായിക്കാമല്ലോ, ബുക്ക് കേൾക്കുകയല്ലേ. അപ്പൊ then it didn't, to me mentally it didn't, I felt I was cheating on reading. പക്ഷെ once I found the right books that fit ഓഡിയോബുക്കിൽ കേൾക്കാൻ നല്ല പുസ്തകങ്ങൾ ഡിസ്കവർ ചെയ്തപ്പോൾ I realized it became so much easier. റീഡിംഗ് വിട്ട് പോവാണ്ടായി നമ്മള്, because you're always listening to a story. നമ്മള് വായിക്കുന്നത് എന്തിനാ? നമുക്ക് കഥകൾ കേൾക്കാനും പുതിയ അറിവുകൾ ഉണ്ടാവാനും പുതിയ എക്സ്പീരിയൻസസ്, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയാണ് നമ്മൾ ബുക്ക് വായിക്കുന്നത്. അത് വായിച്ചാലും കേട്ടാലും ഒരുപോലെയാണ് എന്ന് ഒരു ബോധം വന്നപ്പം ആ സ്ലംപ് കുറച്ച് മാറി കിട്ടി. ഇപ്പോഴും എനിക്ക് ബുക്ക് ലിസൺ ചെയ്യുമ്പം ഇടയ്ക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് വാണ്ടർ ചെയ്യുന്നുണ്ട്. ഒരു മൈൻഡ്ഫുൾനെസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് അപ്പോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടോന്ന് ഓർമ്മയില്ല. ഇങ്ങനെ എന്ത് കറി കരിഞ്ഞോണ്ടിരിക്കുമ്പോ ഓഡിയോ ഒക്കെ കേൾക്കുന്നതാണ്. അപ്പൊ നമ്മൾ സോൺ ഔട്ട് ചെയ്യും. അപ്പൊ എന്തോ സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്ത കേൾക്കുന്ന വേറെന്തോ ആണ്. ഇവിടുന്ന് ഇവിടെ എങ്ങനെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. അപ്പൊ യു ഹാവ് ടു മൂവ് ശരി. ബാക്ക്. ലൈക്ക് അതുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈവൻ ദെൻ ഐ റിയലൈസ്ഡ് ഓഡിയോ ബുക്സ് ആർ ഗ്രേറ്റ് ബിക്കോസ് സ്പെഷ്യലി നമ്മൾ ആസ് യു ഗ്രോ ഓൾഡർ. എനിക്ക് കന്നഡ, എനിക്ക് കിടന്ന് വായിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കിടന്ന് വായിക്കുമ്പോൾ ഈ കന്നഡ അവിടെ കുത്തി ഇവിടെ കുത്തി ഒരു സുഖമില്ലാത്ത ഏർപ്പാടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓഡിയോ ബുക്സ് ആണെങ്കിൽ എനിക്ക് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് കേൾക്കാം. And I think I will probably appreciate audiobooks in the coming 20 years. ഞാൻ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് വായിക്കാൻ പറ്റാണ്ടാവുമ്പോ. ബട്ട് യാ, ഓഡിയോ ബുക്സ് ആണ് എൻ്റെ ഒരു നെക്സ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓഡിയോ ബുക്സ്. ഇപ്പൊ ഈ പറഞ്ഞമാരെ പണ്ടൊക്കെ ഭയങ്കര ഗിൽട്ടി ആയിരുന്നു ഒരു ബുക്ക് ഫിനിഷ് ചെയ്തില്ലെങ്കിൽ. I think the first book that I did not finish was As the Crow Flies എന്നുണ്ട് ജെഫ്രി ആർച്ചറിന്റെ ഒരു ബുക്ക് ഉണ്ട്. കവർ പിക്ചർ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു ഓയിൽ പെയിന്റിംഗ് മാരെയൊക്കെയുള്ള ബുക്കാണ്. ബട്ട് ഐ കുഡന്റ് ഫിനിഷ് ഇറ്റ്. കുറേ കാലം എനിക്ക് ആ ഗിൽറ്റ് ഉണ്ടായിരുന്നു ആ ബുക്ക് ഫിനിഷ് ചെയ്തില്ല എന്ന്. നൗ ഐ റിയലൈസ് ലൈഫ് ഇസ് ടു ഷോർട്ട് ഫോർ ബാഡ് ബുക്സ്. അപ്പൊ ബാഡ് ബുക്സ് അല്ല, ബുക്സ് ആർ നോട്ട് ബാഡ്, ഇറ്റ് ഡസന്റ് വർക്ക് ഫോർ മീ എന്നുള്ളെങ്കിൽ കട്ട് യുവർ ലോസസ് ആൻഡ് മൂവ് ഓൺ. അപ്പൊ ഇപ്പൊ ഓഡിയോ ബുക്സ് കേട്ടിട്ട് സുഖമില്ലാന്ന് തോന്നുകയാണെങ്കിൽ വേണ്ട, റിട്ടേൺ ചെയ്യുന്നു. അത് നമുക്കൊരു ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ 3 ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം ഇത് നമുക്ക് പറ്റിയതാണോ എന്ന് അറിയാൻ പറ്റും. സിമിലർലി ഓത്തേഴ്സ്, ഞാനൊരു 2-3 ബുക്ക് ഒരു ഓത്തറിനെ വായിച്ചു നോക്കും ടു സി. ഈ പറഞ്ഞ പോലെ ആനന്ദ് ഞാൻ വിട്ടു, എനിക്ക് അത്രയും ബുദ്ധിയില്ല എന്ന് ഞാൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല, മേ ബി 10 years ടൈം വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കത്തുന്നുണ്ടോ നോക്കാം. ബട്ട് അതാണ് എന്റെ ബുക്ക് സ്ലംപ് റീഡിങ്. ഇത് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് 52 minutes ആയി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എനി അതർ ക്ലോസിംഗ് തോട്ട്സ്? if you ever read a slump, go read a funny book. എനിക്ക് കുറച്ചുകൂടെ സീരിയസ് ബുക്സ് ആണ് പിടിച്ചിരുത്തിയതായിട്ട് തോന്നിയിട്ടുള്ളത്. മേ ബി നോൺ ഫിക്ഷൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം. ഒരുപാട് നോൺ ഫിക്ഷൻ ബുക്സ് റിയൽ സ്റ്റോറി ആണല്ലോ, അപ്പം അത് പലപ്പോഴും തീർക്കാൻ പറ്റിയിട്ടുണ്ട്. ഫിക്ഷൻ എന്ന് പറയുമ്പം ഈ സോജി ഷിമാഡയുടെ ടോക്കിയോ സോഡിയാക് മേർഡേഴ്സ്, ദാറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ഈസ് എ പ്രോലോഗ് ഈസ് എ ബാങ്ങർ. അത്രയ്ക്ക് നമുക്കൊരു ഷോക്ക് നൽകുന്നതും ഒരു നമ്മൾ എന്തോ സ്ലംബറിങ് ഓൺ ഓഫ് അത് ഫസ്റ്റ് ആ പ്രോലോഗ് വായിക്കുമ്പോൾ. ആൻഡ് ദ ക്ലൈമാക്സ് വാസ് റിയലി ഗുഡ്. ആ സസ്പെൻസും എല്ലാവരും കംപ്ലീറ്റ് നിലനിർത്തി ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകിയൊരു ബുക്കാണ്. സോ there's no aces up anybody's sleeve. ബുക്കിൽ ഉള്ളതേ ഉള്ളൂ. യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് ഇഫ് യു ആർ എന്നുള്ളതാണ് ആ ബുക്കിന്റെ ഏറ്റവും വലിയ. പക്ഷെ ഞാൻ അത്ര പാട്ടല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പോയി വായിച്ചറിയാം. ഇവിടെ പ്രവീൺ ചന്ദ്രന്റെ ഒരു ടോക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ ചന്ദ്രൻ ഏതൊരു ടോക്കിൽ സംസാരിക്കുമ്പോൾ അത് പ്രവീൺ ചന്ദ്രന്റെ ബുക്ക് വായിച്ചായിരുന്നു, ഛായാമരണം എന്നുണ്ട്. അതത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. പക്ഷെ അങ്ങനെ ഏതോ KLFന്റെ ഏതോ ഇത് റെക്കമെൻഡ് ചെയ്തതാണ്. ഈ ബുക്കിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് നമ്മളെ അവസാനമാകുമ്പോൾ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് മനസ്സിലായോ, ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ആരാന്ന് കണ്ടുപിടിച്ചോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ടല്ലേ.
അവസാനം ആരും അറിയാത്തൊരു ആരും ഗസ് ചെയ്യാത്തൊരു സ്ഥലത്ത് കൊണ്ട് എത്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചു. ഈ പറഞ്ഞ പോലെ പ്രോലോഗ്, ഞാൻ ആ സാധനം എനിക്ക് തലയിൽ കയറുന്നില്ല. അതായത് മൈൻഡ്ഫുൾനെസ് ഇല്ല. ചില സ്ഥലത്തൊക്കെ ഓരോ ചാപ്റ്റർ നമ്മളിങ്ങനെ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ല, ഓരോ പാരഗ്രാഫിൽ തന്നെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ പുസ്തകം. ഇത് മാറി, മറ്റേ നമ്മുടെ മുമ്പിൽ നിന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പുസ്തകത്തെ പറ്റി മറന്നു പോകും. ഞാൻ വിചാരിക്കുന്നത് ആ ബുക്ക് നമ്മുടെ ഡെസ്കിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഇൻസെപ്ഷൻ പോലെ നമുക്കത് പറ്റുമായിരിക്കും. Okay. അങ്ങനെ വെച്ചൊരു ഐഫൽ ടവർ ഞാൻ എന്റെ ബെഡ് സൈഡ് ടേബിളിൽ ആ ഉണ്ടാക്കി. ഇന്നലെയാണ് അത് ഞാൻ അത് അത് വേറെ ക്ലീൻ ചെയ്ത് അത് മാറ്റിയിട്ടത്. അത് വേറെ കഥ. ഓക്കെ. ഓൾറൈറ്റ്, അപ്പോ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്തത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ മീറ്റ് ചെയ്യാം. So till then, this is Sedapuram signing off. Sandeep, Lekha, Krishnakumar, and Anup. Thank you all. ബൈ ബൈ.